the will to win, the desire to succeed, the art to reach your full potential. These are the keys that will unlock the door of personal excellence. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബെന്നി കാക്കനാർ, ഫാദർ ജിജു അച്ഛൻ, ഫാദർ ബിജു അച്ഛൻ, ഫാദർ ഫ്രാൻസിസ്, വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഏകദേശം 100-150ഓളം വരുന്ന ജനോവയിലെ മലയാളി കുടുംബങ്ങളുടെ ഐക്യവും സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവും സാമൂഹികവും കലാപരവും ആത്മീയവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും ആരംഭിച്ചിരിക്കുന്ന ഒരു മലയാളി കൂട്ടായ്മയാണ് ജനോവ സ്റ്റാലിയൻസ്. സ്വന്തം നാട്ടിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പൈതൃകം നമ്മുടെ കുട്ടികൾക്കും സമൂഹത്തിനും പകർന്നു നൽകുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് മലയാളം ക്ലാസുകൾ നടത്തുന്നതിന് ശ്രീ സിജു കുളങ്ങര MA BEd നേതൃത്വത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. 8 കുട്ടികൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. താല്പര്യമുള്ളവർ ഉടൻ ഭാരവാഹികളുമായി ബന്ധപ്പെടുക. ക്ലാസുകൾ ഫെബ്രുവരി 7 ആരംഭിക്കുന്നതായി. നമ്മുടെ കുട്ടികളുടെ കായികപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി കുട്ടികൾക്കായി ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ചെസ്, ക്യാരംസ് എന്നിവ ഒരുക്കിയിരിക്കുന്നു. എല്ലാ ശനി ഞായർ ദിവസങ്ങൾ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. നമ്മുടെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനും പ്രത്യേക പരിശീലനം നൽകുന്നു. സത്യസന്ധവും നീതിപൂർവവുമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഏതൊരു പ്രസ്ഥാനവും വിജയത്തിലെത്തൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംഭാവനകളും നിങ്ങൾ നൽകുന്ന ഓരോ നാണയത്തുട്ടുകളും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ജനുവരി 1 നമ്മളെല്ലാവരും പുതുവർഷം ആർത്തുല്ലസിച്ച് ആടിപ്പാടി ആഘോഷിക്കുന്ന ദിനം. ജനോവ സ്റ്റാലിയൻസ് പുതുവർഷ ദിനാഘോഷം മാറ്റി നിർത്തിക്കൊണ്ട് ആ തുക സാമൂഹ്യ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചു. ജനോവയിലെ പീക്കുളം സ്വരേലി പോവരി എന്ന വൃദ്ധസംഘത്തിലേക്ക് ഒരു ദിവസത്തെ ഭക്ഷണ സാധനങ്ങൾ നൽകി അവരോടൊപ്പം സന്തോഷം പങ്കുവച്ചു. ക്ലബ്ബംഗങ്ങളുടെ വീടുകളിൽ നിന്നും ശേഖരിച്ച വസ്ത്രങ്ങൾ കാരിറ്റാസ് ഓഫീസിൽ ഏൽപ്പിക്കുകയുണ്ടായി. ജപമാല ദിവസത്തിന്റെ അവസാന ദിനത്തിൽ സെന്റ് അൽഫോൺസ കമ്മ്യൂണിറ്റിയുമായി സഹകരിച്ച് സമാപന ദിവസത്തിൽ കുർബാനയ്ക്ക് ജപമാലയ്ക്ക് ശേഷം ജനോവ സ്റ്റാലിയൻസിന്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് നൽകുകയുണ്ടായി. സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജനോവ സ്റ്റാലിയൻസിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ജസ്റ്റിൻ, ഷോൺ, നിതിൻ, ആൽബിൻ എന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സാമൂഹിക പ്രവർത്തന രംഗത്ത് ജനോവയിലെ മലയാളി സമൂഹത്തിന് ഒരു മാതൃകയാവാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. സ്റ്റാലിയൻസിന്റെ നേതൃത്വത്തിൽ 3 മാസത്തിനിടെ 4ഓളം വനിതകൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ജോലി വാങ്ങിക്കൊടുക്കുകയുണ്ടായി. ജോലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനോവ സ്റ്റാലിയൻസിന്റെ ഫേസ്ബുക്ക് പേജ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരുന്നു. വിശ്വാസം സംരക്ഷിക്കപ്പെടുവാനുള്ളതാണെന്നും അത് നിഷേധിക്കുവാനുള്ളതല്ലെന്നും ജനോവ സ്റ്റാലിയൻസ് ഉറച്ചു വിശ്വസിക്കുന്നു. വർഷങ്ങളായി ജനോവയിൽ പ്രവർത്തിക്കുന്ന കാത്തലിക് കമ്മ്യൂണിറ്റിയുമായി സഹകരിക്കുവാനും വിശേഷ അവസരങ്ങളിൽ പള്ളിയുമായി സഹകരിച്ച് കായിക കലാപരിപാടികൾ സംഘടിപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനുവേണ്ടി പള്ളി വികാരിയുമായും കമ്മിറ്റി അംഗങ്ങളുമായും ചർച്ച ചെയ്യുവാൻ സ്റ്റാലിയൻസ് ഭാരവാഹികളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പരസ്പര സ്നേഹവും ഐക്യവും അന്യം നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം അവനവനിലേക്ക് ചെറുതായി വരുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഈ ചെറിയ പ്രവർത്തനങ്ങൾ സമൂഹത്തിനൊരു മാതൃകയാവുകയാണെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായ. ഈ വിവരണം ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന നാട്ടിലെയും ജനോവയിലെയും എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ പരിപാടികൾക്ക് എല്ലാ പിന്തുണയും നൽകാമെന്നേറ്റിരിക്കുന്ന ദുബായ് ആരോമ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഓണർ മിസ്റ്റർ സാജിദ് മുഹമ്മദിന് ഈ അവസരത്തിൽ എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ വളരെ നന്ദി അർപ്പിക്കുന്നു. ഒരു പുതുവർഷം കൂടി പിറന്നിരിക്കുന്നു. പുതിയ പുലരിയിലേക്ക് ലോകം ഇരുട്ടി വെളുത്തപ്പോൾ പിന്നിലാക്കിയത് ഒരു ദിവസത്തെയോ ഒരു മാസത്തെയോ അല്ല, നിറയെ സന്തോഷങ്ങളും സങ്കടങ്ങളും അതിലേറെ ജീവിത പരിചയങ്ങളും നൽകിയ ഒരു വർഷത്തെ കൂടിയായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന നമ്മളല്ല ഇന്ന്. കാരണം നമ്മുടെ ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും വിലാസം തന്നെ പുതിയതായിരിക്കുന്നു. പുതുവർഷ പുലരിയിൽ സന്തോഷത്തോടും സങ്കടത്തോടുമൊപ്പം നമ്മെ നയിക്കേണ്ടത് പ്രതീക്ഷകളായിരിക്കട്ടെ. ഈ വർഷം നമ്മുടേത് കൂടി ആയിരിക്കുമെന്ന പ്രതീക്ഷ, അതിനൊത്ത അധ്വാനവും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒത്തുചേർന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.